ഹായ് ഹലോ. അങ്ങനെ നമ്മൾ കുറച്ച് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഒരു ചിക്കൻ റെസിപ്പി തന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ പെപ്പർ ചിക്കൻ ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇരുമ്പിൻ്റെ പാത്രങ്ങളാകുമ്പോൾ എന്താണെന്നറിയാം, കുറച്ച് വെളിച്ചെണ്ണയിൽ കാര്യം കഴിഞ്ഞിട്ടും. അപ്പോൾ ഞാൻ 1.5 സ്പൂണ് വെളിച്ചെണ്ണയിലേക്ക് 1 സ്പൂണ് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. ഇഞ്ചി ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കണേ. 1 സ്പൂൺ തന്നെ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകൊക്കെ പേരിന് മതി കേട്ടോ. എന്താ വെച്ചാൽ ഈ പെപ്പർ ചിക്കൻ ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് കുരുമുളക് നന്നായിട്ട് ചേർക്കും. അപ്പോൾ പേരിന് മാത്രം പച്ചമുളക് മതി. ഇനി ആ വെളുത്തുള്ളീൻ്റെ ഒരു സ്മെല്ല് പോകുന്നവരെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഉള്ളിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്. സത്യം പറഞ്ഞാൽ 1 കിലോ ചിക്കനിലേക്ക് ഒരു 2 ഉള്ളിയൊക്കെ മതിയാവേ. പക്ഷേ ഞാൻ ഒരു 3 ഉള്ളി എടുത്തിട്ടുണ്ട്, കാരണം ഗ്രേവി കുറച്ച് അധികം വേണം ഇവിടെ. അപ്പോൾ ഞാനൊരു 3 ഉള്ളിയാണ് എടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ്. വഴറ്റി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വഴറ്റി കൊടുക്കാൻ. ഒന്നാമത്തെ നമ്മൾ എണ്ണ വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫ്ലെയിം കൂട്ടിയാൽ ഉള്ളി പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ ഇരുമ്പിൻ്റെ ചട്ടിയും കൂടി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ചൂടുണ്ടാവുമല്ലോ. ചൂടായി കഴിഞ്ഞാൽ പിന്നെ ആ ചൂട് മെയിൻറ്റെയിൻ ചെയ്തോളുമല്ലോ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല വാടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കാര്യമായിട്ട് വേണ്ട പൊടി എന്ന് പറയുമ്പോൾ മല്ലിപ്പൊടിയും കുരുമുളകുമാണ് കേട്ടോ. ഞാനിപ്പോൾ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി 3.5 സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ എണ്ണ തീരെ കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ 2-3 തുള്ളി എണ്ണ ഇട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 സ്പൂൺ എണ്ണയിലൊക്കെ ആക്കാം കേട്ടോ. ഞാൻ മാക്സിമം എണ്ണ കുറയ്ക്കാന്നുള്ളതിലാണ് ഇങ്ങനെ തീരെ എണ്ണ ഇല്ലാതെ ആക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ പൊടിയൊക്കെ നല്ലോണം മൂത്ത് വന്നപ്പോൾ ഞാനൊരു സ്പൂണ് കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട്. ടോട്ടൽ ഇതിലേക്ക് ഒരു 4-5 സ്പൂണും കുരുമുളക് എന്തായാലും വേണം. പക്ഷെ അതിലേക്കുള്ള ഫുൾ കുരുമുളകും ആദ്യം തന്നെ ചേർക്കില്ല. ഫസ്റ്റ് കുറച്ച് ചേർത്തിട്ട് ബാക്കി നമ്മൾ ലാസ്റ്റാണ് ചേർക്കുക. ഇനി ഇതിലേക്ക് തക്കാളിയാണ് വേണ്ടത്. ഒരു 3-4 തക്കാളിയൊക്കെ ചേർക്കാം കേട്ടോ. പക്ഷെ ഞാനിവിടെ 2 തക്കാളിയും കൂടെ 2 സ്പൂണ് തൈരും കൂടിയാണ് ചേർക്കുന്നത്. തൈര് ചേർത്ത് നമ്മുടെ ഗ്രേവി നല്ലോണം അങ്ങനെ എന്താ പറയുക, നല്ല തിക്കായിട്ട് കിട്ടും. അതുകൊണ്ടാണ് 2 തക്കാളിയും ബാക്കി 2 സ്പൂണ് തൈരും കൂടി ചേർക്കുന്നത്. ഇനി നമുക്ക് തക്കാളി ഒന്ന് പകുതി വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി കുറച്ച് പകുതി വേവായപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. നല്ല കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഞാനിതിലേക്ക് തീരെ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ, കാരണം ചിക്കൻ തന്നെ ഓൾറെഡി വെള്ളം ഇറങ്ങുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വേറെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ആ ഒരു ഇതിൽ തന്നെ ആവശ്യത്തിനുള്ള ഗ്രേവി ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, നല്ല ലോ ഫ്ലെയിമിൽ വെക്കണം. അതാണ് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഞാൻ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഒരു 1.5 സ്പൂണ്, ചെറിയ സ്പൂണായതുകൊണ്ട് 1.5 സ്പൂണ്, വലിയ സ്പൂണാണെങ്കിൽ ഒരു 1/2 സ്പൂണൊക്കെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ചിട്ട് വേവിക്കുകയാണ്. ആ സമയം കൊണ്ട് ഞാനിതാ പത്തിരിയൊക്കെ കണ്ണുവച്ച പത്തിരിയൊക്കെ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കറി ആയാലും അപ്പം തന്നെ പത്തിരി ചുട്ടിട്ട് വേഗം ചൂടോടെ തന്നെ സെർവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങി. ഇനി അങ്ങനെ വെള്ളം വന്നിട്ട് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തോളും. നമ്മുടെ പെപ്പർ ചിക്കൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ലൈറ്റ് ഉള്ളതിനെ കൊണ്ടാണ് അറിയാത്തത്. അതുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് കേട്ടോ. അപ്പോൾ അതാ ശരിക്ക് നമ്മുടെ ഗ്രേവിയൊക്കെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ആയെന്ന് തോന്നിയാൽ നമുക്ക് ബാക്കി കുരുമുളകും കൂടി ചേർത്തിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കറി ഏകദേശം ഗ്രേവിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കിയുള്ള കുരുമുളക്, ഞാൻ 4 സ്പൂൺ കുരുമുളക് ചേർക്കുന്നുണ്ട് കേട്ടോ. കാരണം പെപ്പർ ചിക്കൻ അല്ലേ, അത്യാവശ്യം ഒരു എരിവില്ലാതെ ഒരു സുഖമില്ലല്ലോ. അപ്പോൾ ഞാനൊരു 4 സ്പൂണ്
കുരുമുളക് ചേർത്തിട്ട് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് തിളപ്പിക്കുകയാണ്. പിന്നെ നമുക്ക് കറിവേപ്പിലയും നമ്മുടെ മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പെപ്പർ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പത്തിരി ചുട്ട് നല്ല ചൂടോടെ പത്തിരിയും കൂട്ടിയിട്ട് കഴിക്കാം കേട്ടോ. ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കും ഈ പെപ്പർ ചിക്കന് ഓരോ കറി ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങളുടെ ഒരു വേർഷൻ എന്താ വെച്ചാൽ ഇതിലേക്ക് എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ ഇതാ ഞാൻ നല്ല ചൂടോടെ കണ്ണുവെച്ച പത്തിരിയും കൂട്ടിയിട്ട് നമ്മുടെ പെപ്പർ ചിക്കനെ കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, നിങ്ങളുടെ കമൻസ് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.